എടാ പാട്ലു, നീ കുറേ നേരമായല്ലോ പത്രം വായിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. എൻ്റെ വയറ്റിൽ ചെണ്ട കൊട്ടുകയാണ്. എടാ മോട്ടു, നമ്മൾ ചായ കുടിക്കാൻ വന്നതല്ല, വല്ല ജോലിയും കിട്ടുമോ നോക്കാൻ വന്നതാണ്. നിന്റെ ഒടുക്കത്തെ സമൂസ തീറ്റ കാരണം എൻ്റെ കയ്യിൽ പൈസ മൊത്തം തീർന്നു. എടാ, എനിക്ക് നീ സമൂസ വാങ്ങിച്ചതാടാ. സമൂസ ഇല്ലാത്തത് കാരണം ഞാൻ 2 ദിവസമായി കക്കൂസിൽ പോയിട്ട്. അതിന് എൻ്റെ കയ്യിൽ ആകെ 5 രൂപ മാത്രമേ ഉള്ളൂ. ആ 5 രൂപ കൊണ്ട് ഒരു സമൂസ മാത്രമേ കിട്ടുള്ളൂ. ശരി, ഞാൻ നിനക്കൊരു സമൂസ വാങ്ങിച്ചു. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. സമൂസ കഴിച്ചതിന് ശേഷം സമൂസ എന്ന് പറയാൻ പാടില്ല, പഠനമെന്ന് മാത്രം പറയാൻ പാടുള്ളൂ. നിന്റെ ഏത് നിബന്ധനയും ഞാൻ സ്വീകരിച്ചോളാം. ഞാൻ സമൂസ എന്ന് പറയില്ല, പഠനമെന്ന് മാത്രം പറയുള്ളൂ. ഏട്ടാ, എത്രയും വേഗം ഒരു സമൂസ എടുത്തോളൂ. എടാ മോട്ടു, സമൂസ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, ഇനി സമൂസ എന്ന് പറയാൻ പാടില്ലല്ലോ. എന്ത് ചെയ്യും? പഠനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഏട്ടാ, ഇവിടുത്തെ പഠനം നല്ല പഠനമായിരുന്നു. ഇനിയും പഠനം ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും പഠിച്ചേനെ. കുറച്ച് പഠനം പാർസലാക്കിയോ, വീട്ടിൽ പോയി പഠിക്കാനാ. എന്ത് പഠനമെന്നോ? ഇവന് സമൂസ കഴിച്ച് വട്ടായോ? കൂട്ടുകാരെ, ഇവന്റെ ഈ സമൂസ പ്രാന്ത് മാറ്റാൻ എല്ലാവരും ഈ വീഡിയോ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാനൊരു ഒലക്ക എടുത്തു വരാം. എന്തിനാ? നിന്റെ ഭ്രാന്ത് ഞാൻ മാറ്റിത്തരാം.